ചെമ്പനീർ പൂവിൻ്റെ നാളത്തെ എപ്പിസോഡിൻ്റെ വിശേഷങ്ങളിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ സച്ചി താലിമാറ്റൽ ചടങ്ങിന് വരുന്നില്ല എന്ന തീരുമാനത്തോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ ശ്രീകാന്ത് സച്ചിയെ നിർബന്ധിക്കുന്നുണ്ട്, എൻ്റെ കല്യാണത്തിന് ആരും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല, ഈ താലിമാറ്റൽ ചടങ്ങിന് നിങ്ങൾ എല്ലാവരും ഉണ്ടാവണമെന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട്, സച്ചിയേട്ടൻ വരുന്നില്ലെങ്കിൽ ഈ ചടങ്ങ് തന്നെ നടക്കില്ല എന്നാണ് ശ്രീകാന്ത് പറയുന്നത്. അപ്പോൾ ചന്ദ്ര ചീത്ത പറയുന്നുണ്ട്, നീ എന്താണ് ഇങ്ങനെയൊക്കെ പറയുന്നത്, അവൻ വന്നില്ലെങ്കിൽ വേണ്ട നമുക്ക് നടത്താം എന്നൊക്കെ പറയുമ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട്, ഇല്ല നമ്മളെല്ലാവരും ഉണ്ടെങ്കിൽ മാത്രമേ ഈ ചടങ്ങ് നടത്തുള്ളൂ, ഒരാൾ പോലും ഇല്ലെങ്കിൽ ഈ ചടങ്ങ് നടക്കില്ല എന്നാണ് ശ്രീകാന്ത് പറയുന്നത്. അപ്പോൾ രേവതി അച്ഛനോട് പറയുന്നുണ്ട്, അച്ഛാ ചടങ്ങ് ഇവരുടെ അല്ലേ, ഇവർ നമ്മൾ വരണമെന്ന് ഇത്ര ആഗ്രഹിക്കുമ്പോൾ നമുക്ക് പോകാം അച്ഛ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ സച്ചിനെ നോക്കും രവീന്ദ്രൻ, എന്നിട്ട് പറയും, അപ്പോൾ രേവതി പറയും സച്ചിയേട്ടനോട്, സച്ചിയേട്ടാ നമുക്ക് പോകാം എന്ന് പറയുമ്പോഴേക്കും സച്ചി എല്ലാവരെയും ഇങ്ങനെ നോക്കുവേ. സുധിക്കൊന്നും വലിയ താല്പര്യമില്ല, ചന്ദ്രക്കും താല്പര്യമില്ല സച്ചി വരാൻ വേണ്ടിയിട്ട്. രവി അച്ഛൻ പറയും കുഴപ്പമില്ലടാ നമുക്ക് പോകാം, അവരിത്രയും നിർബന്ധിക്കുന്നതല്ലേ എന്ന് പറയുമ്പോഴേക്കും സച്ചി പറയും ആ ശരിയെന്ന് പറയും. അപ്പോൾ ശ്രീകാന്തിനും വർഷക്കും ഒക്കെ നല്ല സന്തോഷമാകും, കാരണം സച്ചിയേട്ടൻ പരിപാടിക്ക് വരാമെന്ന് സമ്മതിച്ചല്ലോ. അങ്ങനെ എല്ലാവരും ചടങ്ങിന് പോകാമെന്ന് തീരുമാനിച്ചു. ഇതുമൂലം ടെൻഷനായിരിക്കുന്നത് ചന്ദ്രക്കാണ്, കാരണം ചന്ദ്ര വർഷയുടെ അമ്മക്ക് വാക്ക് കൊടുത്തായിരുന്നല്ലോ സച്ചി ഈ ചടങ്ങിന് വരുന്നില്ല എന്ന്. സ്വന്തം മകനെ തന്നെ ഒഴിവാക്കി നിർത്തിയിട്ടാണ് ചന്ദ്ര ഈ പരിപാടി നടത്താൻ തീരുമാനിച്ചിരുന്നത്. ചന്ദ്ര എന്നിട്ട് ഈ വിവരം വർഷയുടെ അമ്മയെ വിളിച്ച് പറയുന്നുണ്ട്, മഹിമയെ വിളിച്ച് പറയുന്നുണ്ട്. ഞാൻ വീട്ടിലൊക്കെ സംസാരിച്ചു, പക്ഷേ ശ്രീകാന്തിൻ്റെ അച്ഛൻ സമ്മതിക്കുന്നില്ല, പരിപാടിക്ക് സച്ചിയും കൂട്ടി വന്നാലേ അദ്ദേഹവും വരുള്ളൂ എന്നൊക്കെയാണ് രവിയേട്ടൻ പറയുന്നത്. ഞാൻ എന്ത് ചെയ്യാനാണെന്നൊക്കെ ചോദിക്കുമ്പോൾ മഹിമ പറയുന്നുണ്ട്, എനിക്ക് നിങ്ങളുടെ കുടുംബത്തിൽ പ്രശ്നം ഉണ്ടാക്കണമെന്നൊന്നും ആഗ്രഹമില്ല, സച്ചി വന്ന് ഇവിടെ വല്ല പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഞങ്ങളുടെ കുടുംബത്തിൽ മര്യാദയൊന്നും പോകാൻ പാടില്ല, ഞങ്ങൾക്കൊരു അപമാനം ഉണ്ടാകാൻ പാടില്ല, സച്ചിനോട് മിണ്ടാണ്ടിരിക്കാൻ പറയണം വന്നാൽ എന്നൊക്കെ മഹിമ പറയുന്നുണ്ട് ചന്ദ്രയോട്. അപ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, രവിയേട്ടൻ പറഞ്ഞാൽ പിന്നെ സച്ചി ഒന്നും മിണ്ടത്തില്ല, അവൻ വാ തുറക്കത്തില്ല എന്നൊക്കെ ചന്ദ്രയും പറയുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ ആവട്ടെ, വരണവരൊക്കെ വരട്ടെ, പക്ഷേ ഞങ്ങളുടെ അഭിമാനത്തിന് എന്തെങ്കിലും പറ്റിയാൽ പിന്നെ എൻ്റെ സ്വഭാവം വേറെ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞ് മഹിമ ഫോൺ കട്ട് ചെയ്യുവാണ്. ചന്ദ്രയ്ക്ക് എന്തായാലും മഹിമയെ ഈ വിവരം അറിയിച്ചതിൽ നല്ല ആശ്വാസമുണ്ട്. എങ്ങനെ പറയും എന്നൊക്കെ ഓർത്ത് ചന്ദ്ര ഇങ്ങനെ വിചാരിച്ചിരിക്കുമായിരുന്നു. എന്തായാലും അത് മഹിമയെ അറിയിക്കുക തന്നെ ചെയ്തായിരുന്നു ചന്ദ്ര. അത് കഴിഞ്ഞ് മഹിമ ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുവാണ്. അപ്പം മഹിമയുടെ ഭർത്താവ് ചോദിക്കും, നീ എന്തിനാ ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ, ഞാൻ സച്ചി ഈ പരിപാടിക്ക് പങ്കെടുക്കരുതെന്ന് ആ വീട്ടിൽ പോയി പറഞ്ഞത് ഭയങ്കര ചർച്ചയായി, സച്ചി വരുന്നില്ലെങ്കിൽ അവരുടെ അച്ഛനും വരുന്നില്ല എന്നൊക്കെ തീരുമാനിച്ച് അതൊരു പ്രശ്നമായി, ഇപ്പം എല്ലാവരും കൂടി പരിപാടിക്ക് പങ്കെടുക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുക എന്ന് പറയും. അപ്പോൾ ആളെ ചോദിക്കും, അപ്പോൾ ആ സച്ചി വരൂ, എനിക്ക് അവനെ കാണുമ്പോൾ തന്നെ അങ്ങോട്ട് ദേഷ്യം വരും എന്നൊക്കെ പറയും. അപ്പോൾ മഹിമ പറയുന്നുണ്ട്, സച്ചി വരണം, ഇത് ഞാൻ പറഞ്ഞിട്ടും ഒരു വാണിംഗ് കൊടുത്തിട്ടും സച്ചി വന്നു, ഇനി അവൻ അവിടെ വന്നൊരു പ്രശ്നം ഉണ്ടാക്കുമ്പോൾ എനിക്ക് അവരോട് പറയാലോ, ഇതുകൊണ്ടാണ് ഞാൻ ഈ പരിപാടിക്ക് ഇവനെ കൊണ്ടുവരരുതെന്ന് പറഞ്ഞത്, ഈ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഇവനുള്ള വീട്ടിൽ എൻ്റെ മോളെ ഞാൻ നിർത്തില്ല എന്ന് പറഞ്ഞ് എനിക്ക് വാദിക്കാമല്ലോ എന്നൊക്കെ പറഞ്ഞ് മഹിമ സന്തോഷിക്കുവാണ്. ശ്രുതിയെ അങ്ങനെ ഒരു കാരണം ഉണ്ടാക്കി വീട്ടിൽ നിർത്താനാണ് അവരുടെ പ്ലാന്. സച്ചി അവിടെ വന്ന് ഒരു പ്രശ്നം ഉണ്ടാക്കിയില്ലെങ്കിലോ എന്ന് അയാൾ ചോദിക്കുമ്പോഴേക്കും മഹിമ പറയുന്നുണ്ട്, സച്ചിക്ക് അങ്ങനെ പ്രശ്നം ഉണ്ടാക്കാതിരിക്കാനൊന്നും പറ്റില്ല, ഇനി അവനൊന്നും മിണ്ടാതിരിക്കുന്ന ടൈപ്പായിട്ടാണ് വരുന്നതെങ്കിൽ അവനെക്കൊണ്ട് ഞാൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിപ്പിക്കും, നോക്കിക്കോ എന്നൊക്കെയാണ് മഹിമ പറയുന്നത്. പിന്നെ കാണിക്കുന്നത് ചന്ദ്രയും രേവതിയാണ്. ചന്ദ്ര രേവതിയെ ചീത്ത പറയുവാണ്, നീ ആരാടി വലിയ സത്യവാ സാവിത്രിയോ, അവൻ വരൂലെന്ന് പറയുമ്പോൾ തന്നെ നീയും വരാതിരിക്കാൻ വേണ്ടി, നീ വരുന്നില്ലെങ്കിൽ അത് നിനക്ക് സച്ചിയോട് പേഴ്സണലായിട്ട് പറഞ്ഞൂടെ, എന്തിനാണ് അവിടെ വെച്ച് എല്ലാവരുടെ മുമ്പിലും പറഞ്ഞത്, മര്യാദക്ക് അവൻ വരില്ല എന്ന് പറഞ്ഞതാ, എല്ലാവരും കൂടി നിർബന്ധിച്ച് ഇപ്പം അവനെ കൊണ്ടുപോകാൻ പോവുകയാണെന്നൊക്കെ പറഞ്ഞ് ചന്ദ്ര രേവതിയെ ചീത്ത പറയുവാണ്. അപ്പോൾ രേവതി തിരിച്ചു പറയുന്നുണ്ട്, സച്ചിയേട്ടൻ അവിടെ വന്ന് എന്ത് പ്രശ്നം ഉണ്ടാക്കാനാ, സച്ചിയേട്ടൻ ഒന്നും ചെയ്യില്ല. അപ്പോൾ ചന്ദ്ര ചീത്ത പറയും, പിന്നെ എന്ത് പ്രശ്നം ഉണ്ടാക്കാനാന്ന്, നിൻ്റെ അനിയൻ്റെ കൈ ഈ ഇടക്കല്ല ഒടിച്ചത്, അവൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കും, നോക്കിക്കോ, അവൻ അവിടെ വന്ന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി വല്ല നാണക്കേടും നമുക്കുണ്ടാക്കി വെച്ചാൽ എൻ്റെ തനി സ്വഭാവം നിങ്ങളറിയും, നീയും അറിയും, നിൻ്റെ ഭർത്താവ് അറിയും, നിൻ്റെ സാവിത്രിക്കളി ഞാൻ നിർത്തിത്തരാം എന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്ര പോകുവാണ്. എന്നിട്ട് അതിനു മുമ്പ് ചന്ദ്ര പറയുന്നുണ്ട് രേവതിയോട്, നീ തന്നെ നിൻ്റെ ഭർത്താവിനോട് പറയണം, അവിടെ വന്നിട്ട് വാ തുറക്കാൻ പാടില്ല, ഭക്ഷണം കഴിക്കാൻ വേണ്ടി മാത്രം വാ തുറക്കാൻ പാടുള്ളൂ, അല്ലാതെ ഒരു കാര്യത്തിനും വാ തുറക്കരുത്, വന്ന് അവിടെ മിണ്ടാണ്ടിരുന്ന് പോയാൽ അവന് കൊള്ളാം, അല്ലെങ്കിൽ എൻ്റെ സ്വഭാവം മാറുമെന്നൊക്കെ ചന്ദ്ര പറയുന്നുണ്ട്. അപ്പോൾ ഈ കാര്യം രേവതി സച്ചിയോട് പറയുന്നുണ്ട്. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, ഇതുണ്ടൊക്കെ തന്നെയാണ് ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞതെന്ന് പറയുമ്പോൾ രേവതി പറയും, അങ്ങനെയല്ലല്ലോ, നമ്മുടെ വീട്ടിലെ പരിപാടിയല്ലേ, നമ്മൾ അവരുടെ കല്യാണത്തിന് ഉണ്ടായില്ല, അപ്പോൾ ഇതിനെങ്കിലും
എന്തെങ്കിലും താലിമാറ്റൽ ചടങ്ങിന് നമ്മൾ ഉണ്ടാവണം, നമുക്ക് പോകാം. സച്ചിയേട്ടൻ ഒന്നും മിണ്ടാണ്ടിരുന്നാൽ മതി. എന്തെങ്കിലും മിണ്ടി അത് വലിയൊരു പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അറിയാലോ, അവിടെ ഉള്ളവർക്കൊന്നും നമ്മളെ ഇഷ്ടമില്ല. അപ്പം മനഃപൂർവ്വം അവരെന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാക്കിപ്പിക്കാൻ നോക്കും. സച്ചിയേട്ടൻ ഒന്നിനെതിരെയും പ്രതികരിക്കരുത്. പ്രതികരിച്ചാൽ അത് നമ്മുടെ അച്ഛനായിരിക്കും വിഷമമാക്കുന്നത്. അതുകൊണ്ട് തന്നെ സച്ചിയേട്ടൻ മിണ്ടാണ്ടിരുന്നാൽ മതി എന്ന് പറയുമ്പോൾ സച്ചി പറയുന്നുണ്ട്, ഞാൻ മിണ്ടാണ്ടിരിക്കും, എന്നെ എന്ത് ചെയ്താലും കുഴപ്പമില്ല, പക്ഷേ എൻ്റെ അച്ഛൻ അപമാനിക്കുന്ന വിധത്തിൽ അവരെന്തെങ്കിലും പറഞ്ഞാൽ എൻ്റെ സ്വഭാവം മാറും എന്ന് പറഞ്ഞ് സച്ചി പോകുവാണ്. പിന്നെ കാണിക്കുന്നത് ശ്രുതിയുടെ ബ്യൂട്ടി പാർലറാണ്. ശ്രുതി തൻ്റെ ടെൻഷനും കാര്യങ്ങളും തൻ്റെ സുഹൃത്തായ മീരയോട് ഷെയർ ചെയ്യുവാണ്. ചന്ദ്രയാണെങ്കിൽ ആൻറ്റി അച്ഛനെ കാണണമെന്ന് പറഞ്ഞ് ഒറ്റ വാശിക്ക് നിർത്തുവാണ്. ഈ താലിമാറ്റൽ ചടങ്ങിന് അച്ഛൻ വരണം എന്നുള്ളൊരു വാശിയാണ് ആൻറ്റിക്കെന്നൊക്കെ മീരയോട് പറയുന്നുണ്ട്. അപ്പം മീര പറയുന്നുണ്ട്, വേണമെങ്കിൽ നമുക്ക് അച്ഛനായിട്ട് അഭിനയിക്കാൻ ഒരാളെ കൂടി ഇറക്കാം എന്ന് പറയുമ്പോൾ ശ്രുതി പറയും, അയ്യോ വേണ്ട, ഇളയച്ചനെ കൊണ്ട് തന്നെ മതിയായി, ഇനി അച്ഛനായിട്ട് ആരും വേണ്ട, ഞാൻ എന്തെങ്കിലും പറഞ്ഞ് ആൻറ്റിയെ സമാധാനിപ്പിച്ചോളാം. എൻ്റെ ടെൻഷൻ ഇപ്പോൾ അതല്ല, താലിമാറ്റൽ ചടങ്ങിന് പൈസ കുറച്ച് ആവശ്യമുണ്ട്, ഞാൻ എന്ത് ചെയ്യും എന്ന് ആലോചിക്കുന്നത്. നിൻ്റെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് മീരയോട് ചോദിക്കുമ്പോൾ മീര പറയുന്നുണ്ട്, എൻ്റെ കയ്യിൽ കൂടി വന്നാൽ 10 20 ഒക്കെ ഉണ്ടാവുള്ളൂടി എന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയും, അയ്യോ അത്രയൊന്നും മതിയാവൂല, എനിക്ക് അതിൽ കൂടുതൽ വേണം എന്ന് പറഞ്ഞിട്ട് ശ്രുതി അമ്മയെ വിളിക്കുവാണ്. ശ്രുതിയുടെ അമ്മയെ വിളിച്ചിട്ട് പൈസ ഉണ്ടോ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ അമ്മ പറയും, എൻ്റെ കയ്യിൽ എവിടെ നാടി. അപ്പോൾ ശ്രുതി പറയും, ഞാൻ കൊടുത്തയക്കുന്നതിൽ എന്തെങ്കിലുമൊക്കെ അമ്മ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മതി എന്ന് പറയുമ്പോൾ അമ്മ പറയും, എൻ്റെ കയ്യിൽ കുറച്ച് സ്വർണ്ണം ഉണ്ടെന്ന് പറയും. അപ്പോൾ ശ്രുതി പറയും, അയ്യോ സ്വർണം വെച്ചിട്ടൊന്നും വേണ്ട, ഇല്ല നിൻ്റെ ആവശ്യമല്ലേ, അതാദ്യം നടക്കട്ടെ, എനിക്ക് നിന്നെ കാണണമെന്നും ഉണ്ട്, ഞാൻ സ്വർണം പണയം വിറ്റിട്ട് പൈസയും കൊണ്ട് നിന്നെ വന്ന് കാണാം എന്നൊക്കെ പറഞ്ഞിട്ട് കോള് കട്ട് ചെയ്യുവാണ്. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, ഇവിടെ വരുന്നേക്ക് മുമ്പ് എന്നെ വിളിക്കണം, വിളിച്ച് പറഞ്ഞിട്ട് വന്നാൽ മതി അമ്മ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഫോണ് വെക്കുന്നത്. മീര അപ്പോൾ ശ്രുതിയെ ചീത്ത പറയുന്നുണ്ട്, നിൻ്റെ അമ്മ തന്നെ മോനെ വളർത്താൻ ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട്, അതിൻ്റെ ഇടയിൽ നീ പൈസയും കൂടി ചോദിച്ചാൽ അവരെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന എന്തിനാണെന്ന് ചോദിക്കുമ്പോൾ ശ്രുതി പറയും, അടുത്ത മാസം എനിക്ക് പൈസ കുറച്ച് കിട്ടാനുണ്ട്, അപ്പോൾ അത് കിട്ടുമ്പോൾ ഞാൻ അമ്മക്ക് കൊടുത്തോളാം, വേറൊരു നിവൃത്തി ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ അമ്മയോട് ചോദിച്ചതെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ മീര ചോദിക്കുന്നുണ്ട്, പൈസയുടെ കാര്യം അപ്പോൾ സോൾവ് ആയി, ഇനി അച്ഛൻ്റെ കാര്യം എന്ത് ചെയ്യുന്നു ചോദിക്കുമ്പോൾ ശ്രുതി പറയുന്നുണ്ട്, എൻ്റെ അച്ഛൻ്റെ കാര്യം വീട്ടിൽ ചോദിക്കാണ്ടിരിക്കണമെന്നുണ്ടെങ്കിൽ അതിനേക്കാളും ഒരു വലിയ പ്രശ്നം ആ വീട്ടിലുണ്ടാവണം, അപ്പോൾ എല്ലാവരും അതിൻ്റെ പുറകെ പൊയ്ക്കോളും, എൻ്റെ അച്ഛൻ്റെ കാര്യം മറന്നോളൂ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്ത് പ്രശ്നം, അവിടെ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി ഒരാളുണ്ടല്ലോ സച്ചി, ആ സച്ചി ഒന്ന് ചെറുതായിട്ട് ട്രിഗർ ചെയ്താൽ മതി, അവൻ നല്ലോണം പൊട്ടിത്തെറിച്ചോളും, അല്ലെങ്കിൽ തന്നെ അവനെ ചടങ്ങിന് കൊണ്ടുവരണ്ട എന്നായിരുന്നു തീരുമാനം, ഇപ്പോൾ എല്ലാവരും കൂടി നിർബന്ധിച്ച് കൊണ്ടുവരുവാണ്, അപ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ തീർന്നു, എല്ലാവരും സച്ചിയുടെ പുറകെയിലായിരിക്കും. അപ്പോൾ പറയും, അപ്പോൾ അതിനിപ്പോൾ എന്താടി, അപ്പോൾ പറയും, അല്ല അപ്പോൾ പിന്നെ എൻ്റെ അച്ഛനെ ഈ കാരണം പറഞ്ഞ് ഞാൻ വിളിച്ചില്ല എന്നൊക്കെ എനിക്കൊരു കാരണമാക്കി പറയാമല്ലോ എന്ന് ശ്രുതി പറയുവാണ്. പറയും, നീ എങ്ങനെയാണ് സച്ചിയെ ട്രിഗർ ചെയ്യാൻ പോകുന്നതെന്ന് ചോദിക്കുമ്പോഴേക്കും പറയുന്നുണ്ട്, അതിന് എൻ്റെ ഒരു ഐഡിയ ഉണ്ട്, അത് ഞാൻ പറയാം എന്നാണ് ശ്രുതി പറയുന്നത്. പിന്നെ കാണിക്കുന്നത് രേവതിയുടെ പൂക്കടയാണ്. അവിടെ അമ്മയും പെങ്ങളും ശരത്തും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുവാണ്. ശരത്ത് പൈസ കൊടുക്കുമ്പോൾ അമ്മ മേടിക്കുന്നില്ല. അമ്മ പറയുന്നുണ്ട്, നീ ഇതാ ചിട്ടിയുടെ അവിടെ പണിയെടുത്തുണ്ടാക്കിയ കാശല്ലേ, എനിക്ക് വേണ്ടാന്ന് പറയുമ്പോൾ ശരത്ത് പറയും, ഞാൻ കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയ കാശ് അമ്മേ പിടിക്കെന്ന് പറയുമ്പോഴേക്കും അമ്മ മേടിക്കുന്നില്ല. ശരത്ത് ലാസ്റ്റ് അത് അവിടെ വെക്കുകയാണ്. ശരത്തിൻ്റെ സ്വഭാവമൊക്കെ നന്നായിട്ട് മാറിയിട്ടുണ്ട്. ഒരു ദേഷ്യത്തിലാണ് ശരത്ത് ഇപ്പോൾ ആകെ സംസാരിക്കുന്നത്. ആ ടൈമിലാണ് രേവതി അവിടെ വരുന്നത്. രേവതിയെ കാണുമ്പോൾ തന്നെ അമ്മ ചോദിക്കും, സച്ചി വന്നില്ലേന്ന് ചോദിക്കുമ്പോൾ ശരത്ത് പറയുന്നുണ്ട്, സച്ചി എന്തിനാ വരുന്നതെന്ന് ചോദിക്കുമ്പോൾ അമ്മ പറയും, പിന്നെ സച്ചി വരണ്ടേ, അദ്ദേഹം തന്നെയല്ലേ പറഞ്ഞിരിക്കുന്നത് ഞങ്ങളെ കാണാൻ വേണ്ടി ഇവിടെ വരരുതെന്ന് പറയുമ്പോഴേക്കും അമ്മ ചീത്ത പറയുന്നുണ്ട്, ഞങ്ങളെ കാണാനല്ല നിന്നെ കാണാനെന്നാണ് സച്ചി ഉദ്ദേശിച്ചത്, നിനക്കിത് മറന്നൂടെ ശരത്ത് എന്നൊക്കെ പറഞ്ഞ് ചീത്തയൊക്കെ പറയുന്നുണ്ട്. രേവതി കുറേ ഉപദേശിക്കാൻ നോക്കുമ്പോഴൊന്നും ശരത്ത് കേൾക്കുന്നില്ല. ശരത്ത് ഇപ്പോഴും ആൻ്റണിയുടെ കൂടെ തന്നെ നിൽക്കും എന്നുള്ള ഒരൊറ്റ വിചാരമേ ഉള്ളൂ. ചേച്ചീനെന്താ വീണ്ടും സച്ചിയേട്ടൻ ഉപദേശിക്കാൻ വേണ്ടി പറഞ്ഞു വിട്ടതാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ശരത്ത്. രേവതി അതിനെ തിരിച്ച് നല്ല മറുപടിയും പറയുന്നുണ്ട്. അപ്പോൾ രേവതിയുടെ അമ്മ ചോദിക്കുന്നുണ്ട്, വീട്ടിലെന്തോ വിശേഷം നടക്കാൻ പോകുന്നു നീ ഫോൺ വിളിച്ചപ്പോൾ പറഞ്ഞല്ലോ, എന്താ അതെന്ന് ചോദിക്കുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, താലിമാറ്റൽ ചടങ്ങ് നടക്കുക, വർഷയുടെയും ശ്രുതിയുടെയൊക്കെ വലിയ ഹോളാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്, അച്ഛൻ നിങ്ങളെയൊക്കെ വിളിക്കണം എന്ന് പറഞ്ഞതാ, ഞാനാ പറഞ്ഞത് വേണ്ട എന്നൊക്കെ. അപ്പോൾ മറ്റേ ദേവു ചോദിക്കുന്നുണ്ട്, അതെന്താ ചേച്ചി ഞങ്ങൾ വരുന്നതൊന്നും ചേച്ചിക്ക് ഇഷ്ടമല്ല, ഞങ്ങൾ വരുന്നത് നാണക്കേടാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ രേവതി പറയുന്നുണ്ട്, അയ്യോ അതൊന്നുമല്ല, അല്ലെങ്കിൽ തന്നെ ആ ചടങ്ങിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുമോ എന്ന് വെച്ചിട്ട് സച്ചിയേട്ടനോട് പോലും അവർ വരണ്ടെന്നാണ് പറഞ്ഞത്. പിന്നെ ഞാനും അച്ഛനൊന്നും വരില്ല എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ എല്ലാവരും കൂടി ഞങ്ങളെ സച്ചിയേട്ടനോട് വരാൻ പറഞ്ഞത് തന്നെ. അതിൻ്റെ ഇടയിൽ ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങളുടെ തലയിൽ വെറുതെ എൻ്റെ അമ്മ കെട്ടിവെക്കും, സച്ചിയേട്ടൻ്റെ അമ്മ നിങ്ങളെ കുറ്റപ്പെടുത്തി സംസാരിക്കും, അതെനിക്ക് കണ്ടിരിക്കാൻ സാധിക്കില്ല എന്നൊക്കെ പറയുമ്പോഴേക്കും ശരത്ത് പറയുന്നുണ്ട്, ശരിയല്ലേ നിങ്ങളുടെ ഭർത്താവ് എവിടെ പോയാലും പ്രശ്നം ഉണ്ടാക്കുമല്ലോ, അത് ഇത്ര വലിയ കാര്യമാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ രേവതി ചീത്ത പറയുന്നുണ്ട്, പിന്നെ സച്ചിയേട്ടൻ അങ്ങനെ ഇങ്ങനെയൊന്നും പ്രശ്നമൊന്നും ഉണ്ടാക്കില്ല, എന്തെങ്കിലും ഇഷ്ടപ്പെടാത്തത് കണ്ടാൽ മാത്രമേ പ്രശ്നം ഉണ്ടാക്കത്തുള്ളൂ എന്ന് പറയും. അപ്പോൾ ശരത്ത് പറയും,
സച്ചിയേടൻ്റെ അച്ഛൻ പറഞ്ഞെന്ന് നമ്മളെ വിളിക്കാനൊന്നും പോകുന്നില്ല. ആ ചന്ദ്രയുണ്ടല്ലോ നിങ്ങളുടെ അമ്മ, അവർ നമ്മളെ വിളിക്കാനൊന്നും സമ്മതിക്കത്തില്ല. നമ്മളൊക്കെ പൈസ ഇല്ലാത്തവരല്ലേ, അവർക്ക് പൈസ ഉള്ളവരെ മാത്രമേ വിലയുള്ളൂ. വർഷയുടെ വീട്ടുകാരൊക്കെ ഭയങ്കര പണക്കാരാണ്. അവരുടെ മുമ്പിൽ ഞങ്ങളെ കൊണ്ടുപോയി നിർത്താനൊക്കെ ചന്ദ്ര ആൻറ്റിക്ക് ഭയങ്കര നാണക്കേടായിരിക്കും. അതേസമയം നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടായിരുന്നെങ്കിൽ അവർ നമ്മളെ വീട്ടിൽ വന്ന് ക്ഷണിച്ചാനായിരുന്നെന്നൊക്കെ ശരത്ത് പറയുന്നുണ്ട്. പണമാണ് എല്ലാവർക്കും വലുത്, പണം ഉണ്ടെങ്കിൽ നമുക്ക് മര്യാദയും കിട്ടുമെന്ന് ശരത്ത് പറയുമ്പോൾ രേവതി തർക്കിക്കുന്നുണ്ട്. പൈസയൊന്നും അല്ല, നമുക്ക് അഭിമാനമാണ് വലുത്, ജീവിക്കാനുള്ള പൈസ മാത്രം നമുക്ക് മതിയെന്ന് പറയുമ്പോഴേക്കും ശരത്ത് പിന്നെയും പറയും, ഇല്ല പൈസയാണ് വലുത്, നോക്കിക്കോ ഞാൻ എങ്ങനെയെങ്കിലും പൈസ ഉണ്ടാക്കി നിങ്ങളുടെ മുമ്പിലൊക്കെ പണക്കാരനായിട്ട് വന്ന് നിൽക്കും എന്നൊക്കെ പറഞ്ഞ് ശരത്ത് പോകുവാണ്. പിന്നെയും ആൻ്റണിയുടെ അടുത്ത് പണിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ കണ്ട് രേവതിക്കും ഒക്കെ നല്ല ടെൻഷനാവുന്നുണ്ട്. രേവതി ചോദിക്കുന്നുണ്ട്, അമ്മേ ഇവൻ്റെ സംസാരമൊക്കെ എന്താ ഇപ്പം നല്ല മാറ്റം ഉണ്ടല്ലോ എന്ന് പറയുമ്പോൾ അമ്മ പറയും, കുറച്ച് ദിവസമായിട്ട് അവൻ അങ്ങനെയാണ്, ആ കാര്യം വിട് എന്നൊക്കെ പറഞ്ഞിട്ട് അന്ന് ആ സംഭാഷണം അവിടെ അവസാനിക്കുകയാണ്. ഇത്രേ ഉള്ളൂ നാളത്തെ എപ്പിസോഡ്. കൂടുതൽ വിശേഷങ്ങൾ ഞാൻ എൻ്റെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി.